നമ്മുടെ ഇവിടെ എല്ലാ നേതാക്കളുമുണ്ട്. NTUയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുണ്ട്, സംസ്ഥാന സെക്രട്ടറിമാരുണ്ട്. പുതിയ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഈ ഭാരവാഹികൾക്ക് പുറമെ കഠിനമായി കഴിയും. നമുക്കറിയാം, ദശലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലിലെത്തുന്ന മത്സരപ്പെടുത്തി. എന്നാൽ തങ്ങൾക്ക് നന്ന് മുതലാളികളുടെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്തു. ആ മുതലാളിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ളവരാക്കി മാറ്റിക്കൊടുക്കുക ഒരു പതിവുണ്ട്. അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ നിർമ്മിക്കുന്ന ഒരു വൻകിട സ്ഥാപനം ഇന്ത്യയിലാകെ ഉയർന്ന ശൃംഖലയുള്ളത് വാസുദേവൻ ഉയർന്നു എന്നുള്ളത്. ഇത് രണ്ടും കേരളത്തിലുള്ള തൊഴിലാളി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനം നൽകുന്ന വസ്തുതകളാണ്. NTUയുടെ ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് പറയുമ്പോൾ പ്രായനാണ്. ഇന്ത്യയിലെ മറ്റ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃനിരയിലെ ആളിനെ വെച്ച് നോക്കുമ്പോൾ ചെറുപ്പമാണ്. വളരെ ചെറുപ്പക്കാരനാണ് ഈ അശ്വിൻ ഭായ് കടന്നുവന്നത്. എന്നാൽ വളരെ ഊർജ്ജസ്വലനും ഇന്ത്യയിലെ പ്രഗത്ഭ വാഗ്മികളിൽ ഒരാളും ഒരു ബഹുഭാഷാ പണ്ഡിതനുമാണ്. ഇതൊന്ന് 7-8 ഭാഷയിൽ അനായാസം സംസാരിക്കാൻ കഴിയുന്ന, പ്രസംഗിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് അശ്വിൻ ഭായ്. സുബ്ബു ദക്ഷിണേന്ത്യയിലെ നിർമ്മാണ തൊഴിലാളികളെ എല്ലാം ഒരു പൊതുപ്രസ്ഥാനത്തിൽ സംയോജിപ്പിക്കുന്നതിൽ മുന്നിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സംഘടനയും പ്രവർത്തിക്കുന്നത്. അദ്ദേഹം യൂണിയൻ്റെ ഖജാൻജിയാണ്. ഇവരെല്ലാം എടുത്തു നോക്കിയാൽ പ്രത്യേകം രാഷ്ട്രീയ വീക്ഷണമുണ്ട്. ഒരു പക്ഷേ അവരുടെ ഭൂതകാലത്ത് ചിലപ്പോൾ ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം പുലർത്തുന്നുണ്ടാകാം. നിങ്ങൾക്കറിയാവുന്ന പോലെ എന്നെപ്പോലുള്ളവർക്കും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ട്, രാഷ്ട്രീയമുണ്ട് എന്നുള്ളതറിയാം. അതേപോലെ ഇവർക്കെല്ലാം വിഭിന്നങ്ങളായ, വ്യത്യസ്തങ്ങളായ പാർട്ടി ബന്ധങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം, ഉണ്ടാകാം, ഇനിയും ഉണ്ടായിരുന്നു വരാം. പക്ഷെ ഞങ്ങൾക്കെല്ലാം ഉള്ള ഒരു പൊതുവേദാന്ന് ചോദിച്ചാൽ ഈ തൊഴിലാളികളുടെ ഒരു ക്ലാസ് പോളിറ്റിക്സ് എന്താണ്, വർഗ രാഷ്ട്രീയം എന്താണ്, അത് ഞങ്ങൾക്കെല്ലാം പൊതുവായുള്ളതാണ്. കക്ഷി രാഷ്ട്രീയമല്ല, വർഗ രാഷ്ട്രീയമാണ്. ആ വർഗ രാഷ്ട്രീയം ഈ വർഗത്തെ കൊണ്ട് ഉൾക്കൊള്ളിക്കുവാൻ എന്താ ചെയ്യേണ്ടത്? ഈ വർഗത്തിന്റെ ബോധത്തിൽ വർഗരാഷ്ട്രീയം നിറഞ്ഞാൽ മാത്രമേ ആ വർഗരാഷ്ട്രീയം കൊണ്ട് സമൂഹത്തിന് പ്രയോജനം കിട്ടാൻ പോകുന്നുള്ളൂ. നിലവിലുള്ള സമൂഹം ജനിപ്പിക്കുന്ന വാരി വിതറുന്ന ദുരന്തങ്ങൾ അത്രയും ഇല്ലാതാകണമെങ്കിൽ സമൂഹത്തിന് തന്നെ അടിപൊളിയുള്ള പുനഃസംഘാടനം ആവശ്യമാണ്, അഴിച്ചുപണി ആവശ്യമാണ്. അത് സാധിക്കണമെങ്കിൽ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിയുന്ന ശക്തി എന്ന് പറയുന്നത് രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ ശക്തിയാണ്. തൊഴിലാളി വർഗത്തിന്റെ ആ ശക്തി പ്രവർത്തിക്കുവാൻ കഴിയുന്ന വിധത്തിലേക്ക് എപ്പോൾ പരിവർത്തിതമാകുമോ അപ്പോഴാണ് ആ വർഗത്തിന്റെ രാഷ്ട്രീയം ഉയർന്നു നിൽക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുക. അത് വേണം, ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഉറഞ്ഞു നിന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പൊതുധാരണ, പരസ്പര ധാരണ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ളവർക്കെല്ലാം തമ്മിലുണ്ട്. അതിന് ഞങ്ങൾക്കുള്ള കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾ തടസ്സമല്ല. ഏതെങ്കിലും കക്ഷിയുമായി ബന്ധമില്ലാത്ത ആളും ഞങ്ങളുടെ നേതൃത്വത്തിലുണ്ട്. എനിക്കറിയാം കണ്ണപ്പൻ എന്തെങ്കിലും കക്ഷിയായിട്ട് ബന്ധമുള്ളൂ. കക്ഷി ഒരുപക്ഷെ പഠിക്കുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സംസ്ഥാനത്ത് RSPയുടെ വിദ്യാർത്ഥി വിഭാഗം PSUമായി ബന്ധമുണ്ടായിരുന്നു, RSPയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി തങ്ങൾക്കൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എങ്കിലും ഒരു കാര്യത്തിന് തങ്ങൾക്കിന്റെ മനസ്സിൽ നിറയെ വർഗരാഷ്ട്രീയവും തൊഴിലാളി വർഗ രാഷ്ട്രീയവും. അശ്വിൻ ഭായ് ജോർജ് ഫെർണാണ്ടസിന്റെ HMKPയുടെ ഈ ജോർജ് ഫെർണാണ്ടസ് കഴിഞ്ഞാൽ അടുത്ത നേതാവായിരുന്നു. എന്നാൽ ജോർജ് ഫെർണാണ്ടസ് ഇന്ത്യ ആലുവയിലോ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1.5 ദശലക്ഷം 15 ലക്ഷത്തിലധികം തൊഴിലാളികൾ ഉത്തരേന്ത്യയിൽ നിന്ന് എറണാകുളം ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമായി ആകെ വർക്ക് ചെയ്യുന്നുണ്ട്. മൈഗ്രന്റ് ലേബർ. ആ മൈഗ്രന്റ് ലേബറിന് പ്രാഥമികമായ തൊഴിൽ പരിരക്ഷ പോലും ലഭിക്കാത്ത
മനുഷ്യോചിതമല്ലാത്ത പരിതസ്ഥിതിയിൽ താമസിക്കാനും തൊഴിലെടുക്കുവാനും അവരും അവരുടെ കൂടെ വരുന്ന കുടുംബാംഗങ്ങളും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് ആ രൂപത്തിലുള്ള വ്യവസായങ്ങൾ ആവിർഭവിക്കുന്നതിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൊക്കെ വലിയ തോതിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, പുതുതായി ആരംഭിക്കുന്നുണ്ടെന്നുള്ളത് വിസ്മരിക്കുന്നില്ല. പക്ഷേ മൈക്രോ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ ഫലമായി ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് രാജ്യത്ത് വ്യാപകമായി വരുന്നു. IT ഇൻഡസ്ട്രീസ്, സേവന മേഖലയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ IT എനേബിൾഡ് സർവീസസിൻ്റെ ഒക്കെ മേഖലകളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പുതുതായി തൊഴിലെടുക്കേണ്ടി വരുന്നുണ്ട്. അതൊക്കെ വ്യവസായ ഭൂപടത്തിലെ പുതുപുത്തൻ രംഗങ്ങളാണ്. അവിടെയെല്ലാം അവരെ സംഘടിപ്പിക്കുക എന്നുള്ളത് പുതിയതായി ഏറ്റെടുക്കേണ്ട ചുമതലകളാണ്. അതേപോലെ ഇന്ത്യയെ പോലുള്ള പ്രദേശം ഇപ്പോൾ വലിയ തോതിൽ ഗാർമെന്റ് മേക്കിങ്ങിന് ലോകത്തിലെ മുൻനിര സ്ഥാനം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഈ മേഖലയിലുള്ള ഏഷ്യയുടെ ഈ ഭാഗത്തുള്ള രാജ്യങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പുതുതായി വരുന്ന ഒരു ബർജിയാണിക് സെക്ടേഴ്സാണ്, ഗാർമെന്റ് മേക്കിങ്ങും എല്ലാം. അതേപോലെ ധാരാളം ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഏറെക്കുറെ നമ്മുടെ പഴയ PNT എന്ന് പറയുന്നത് ഇപ്പോൾ രൂപഭേദം വന്നു. BSNL പരിരക്ഷയില്ല. ധാരാളം അതുപോലെ വരുന്ന പുതിയ തൊഴിൽ മേഖലകളാണ്. വ്യവസായത്തിലാണെങ്കിൽ ശരി, സ്ഥാപനങ്ങൾക്കാണെങ്കിൽ സെക്യൂരിറ്റി നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർ. ഇപ്പോൾ ഗ്രാമീണ മേഖലയിൽ തൊഴിലെടുക്കുന്നു പറയുമ്പോൾ ഗാർഹിക തൊഴിലാളികൾ, സ്ത്രീ തൊഴിലാളികളുടെ പുതിയ ധാരാളം മേഖലകൾ ദശലക്ഷക്കണക്കിന് കേരള സംസ്ഥാനത്ത് പോലും ഉണ്ട്. ഇവരുടെ ഒന്നും കാര്യം വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. എന്നാൽ NTUI ഇതെല്ലാം പ്രധാനപ്പെട്ട തങ്ങളുടെ മുൻഗണനാക്രമത്തിൽ ഇടം നൽകിക്കൊണ്ട് ഈ മേഖലയിലെ പ്രവർത്തനത്തിന് മുൻതൂക്കവും പ്രത്യേക പരിഗണനയും നൽകുവാൻ ദിശയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സംഘടിതവും അസംഘടിതവുമായ, ആധുനികവും പരമ്പരാഗതവുമായ, വൻകിടയും ചെറുകിടയുമായ എല്ലാ മേഖലകളിലും തൊഴിലെടുക്കുന്നവർ ഒന്നിച്ചു ചേരുമ്പോഴാണ്, ആണും പെണ്ണും ഒന്നിച്ചു ചേരുമ്പോഴാണ് വർഗം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടുന്നത്. തൊഴിലാളി വർഗം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേരണം. ഇവിടെ തൊഴിലാളി വർഗം എന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് അഭിമാനപ്പെടുന്നവരെല്ലാം പറഞ്ഞു വരുമ്പോൾ തലക്കിട്ടും മീശയൊക്കെ ഉള്ള ഒരു പുരുഷൻ മാത്രമാണ് മനോമുകുരത്തിൽ വിടരുന്ന ചിത്രം. എന്നാൽ ആണ് മാത്രമല്ല, പെണ്ണും കൂടെ ചേരുന്നതാണ് തൊഴിലെടുക്കുന്നവർ. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലോ ഈ പ്രാവശ്യം ജനറൽ അസംബ്ലി ഞങ്ങൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ജോലി പലതും കുടുംബത്തിലോ നാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലോ നാട്ടിലോ അതിനർഹമായ പരിഗണന ലഭിക്കുന്നില്ല. അവരെടുക്കുന്ന ജോലിക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്നില്ല. കണക്കിൽപ്പെടാത്ത, പ്രതിഫലം ലഭിക്കാത്ത ജോലി ഏറിയ പൂർവ്വം എടുക്കേണ്ടി വരുന്ന തൊഴിലെടുക്കുന്ന സ്ത്രീകൾ സമൂഹത്തിൽ ഇരട്ട ഭാരം പേറുന്ന, പുരുഷനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇരട്ട ഭാരം പേറുന്ന തൊഴിലെടുക്കുന്നവരാണ്. NTUI തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ പ്രശ്നത്തിന് മറ്റേത് വിഭാഗത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ വനത്തിൽ ജീവിക്കുന്ന ആദിവാസികൾ, ഗോത്ര സമൂഹത്തിൽ പെടുന്നവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പലരും പെടാറില്ല. അവർക്കൊട്ടും അത് അറിയുകയില്ല. പണ്ട് മുതലേ ഈ ആദിവാസികളെ മൃഗങ്ങളെ പോലെ കണക്കാക്കി ആട്ടി ഓടിച്ച് വനം കയ്യേറി കൊള്ളയടിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള മുതലാളിത്ത കയ്യേറ്റങ്ങളുണ്ട്. ജാംഷഡ്ജി ടാറ്റയും അതുപോലുള്ള ആളുകളുമെല്ലാം എങ്ങനെയാണ് ഈ ജാംഷഡ്പൂർ അല്ലിന്ന് കാണുന്ന ടാറ്റാ നഗറൊക്കെ പടുത്തുയർത്തിയത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്.